ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചെറിയൊരു തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യത്തും പോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, ചെറിയൊരു യാത്ര എക്സ്പീരിയൻസ് എല്ലാവർക്കും മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരം ഉണ്ടായേക്കാം. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയന് അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. അതന്നെ, ചാർലിയിൽ ദുൽഖർ സൽമാൻ ഈ പറയുന്ന പോലെ മീശപ്പുലി മലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കാണാണ്ട് മരിച്ചു പോയിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കുന്നത്. ആ പറയുന്നതിൽ നല്ല കാര്യമുണ്ട്. കാരണം ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്വത്ത്, സാമ്പത്തികമായാലും ആരോഗ്യമായാലും നമുക്ക് മാതാപിതാക്കളായാലും നമ്മുടെ ഭാര്യമാർ, സന്തതികൾ, സുഹൃത്തുക്കൾ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പ്രകൃതി എന്ന് പറയുന്നത്. നല്ല പ്രകൃതി പടച്ചോൻ നമുക്ക് തന്ന അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണം. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ, ജോലി കാരണങ്ങൾ കൊണ്ടോ, ജോലി തിരക്ക് കൊണ്ടോ, മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും പല യാത്രകളും മുടങ്ങിയിട്ടുണ്ടാവും. പല യാത്രകൾ നമുക്ക് പോകാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരുടെ അനുഭവങ്ങൾ, അവരെ നമുക്ക് കൂടുതൽ അടുത്തറിയാനുള്ള അവസരങ്ങൾ, നമ്മളെ അവർക്ക് കൂടുതൽ അടുത്തറിയാനുള്ള അവസരങ്ങൾ, അതുപോലെ പല സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങൾ, പല സ്ഥലങ്ങളിലെ ജനങ്ങളുടെ സ്വഭാവങ്ങൾ, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പോകുന്ന സ്ഥലത്തെ ആ ഒരു പ്രകൃതി ഭംഗി. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക, ഇതൊക്കെയാണ് ഒരു യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫ്രണ്ട്സുകളെ കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് പരസ്പരം ഏറ്റവും അറിയാൻ പറ്റിയ ഒരു യാത്രയിലൂടെയാണ്. ഒന്നിച്ചുള്ള യാത്രയിൽ നമുക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, യാത്രയിൽ ഉണ്ടാകുന്ന അവർക്ക് അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്, അപ്പോൾ പരസ്പരം ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ പറ്റുക നമുക്ക് എപ്പോഴും യാത്രയിൽ കൂടിയായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ UAE സുഹൃത്തുക്കളോടാണ്. നമ്മളിപ്പോൾ സമ്മർ സീസണിലാണ് നിൽക്കുന്നത്. യാത്രകളൊക്കെ ഒഴിവാക്കി അധികം ആൾക്കാരും ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് AC ഇട്ട് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയി. നമ്മുടെ UAE ഒരു സ്ഥലം തന്നെയാണ്, ഒമാൻ ബോർഡറായിട്ട് വരും, മഡം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ റൂമിലുള്ള കുറച്ച് ആൾക്കാരെയും കൂട്ടി നമ്മൾ രാത്രി ഒരു യാത്ര പോയി. രാത്രി ലേറ്റായിട്ടാണ് പോയത്, 12 മണിക്ക് ശേഷം. എല്ലാവരും ഉണ്ടായിരുന്നു, ഒരു 10-12 ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള യാത്രയായിരുന്നു. പോകുന്ന സമയത്ത് വണ്ടിയിലായാലും അവിടെ എത്തിയാലും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണിക്ക് ഇവിടുന്ന് വിട്ട് നേരെ കൊർഫുഖാൻ ടണൽ വഴിയാണ് പോയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കൊർഫുഖാൻ മദാമിലെത്തി. മദാം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ്, ഗൂഗിളിൽ അടിച്ചു നോക്കി അങ്ങ് കിട്ടും, മദാം സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ നേരെ അവിടത്തേക്കായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ പോയി പിന്നെ കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതായത് കബാബ്സ്, ചെറിയ എക്കണോമിക്കലായി ചെറിയ റേറ്റിന് കബാബുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചിക്കൻ കബാബ് 2.5 ദിറംസ്, ബീഫ് കബാബ് 3 ദിറംസ്, പിന്നെ അതുപോലെ ചോപ്സ്, മട്ടൻ ചോപ്സ്, ഇങ്ങനെ പലതരം കബാബുകൾ ചെറിയ റേറ്റിന് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായി. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റുള്ള നല്ല കബാബുകളായിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് പോയി കൊർഫുഖാനിലെത്തി, അത് മദാം സ്ട്രീറ്റ് ഫുഡ് പോയി അത് എക്സ്പ്ലോർ ചെയ്ത്, അതിനുശേഷം ഒരു 3-3:30 ആയി നമ്മൾ നേരെ പോയത് സുഹൂബ് ഹിൽ സ്റ്റേഷൻ. കൊർഫുഖാനിൽ തന്നെ പെട്ട വേറൊരു സ്ഥലമാണ്, ഹിൽ സ്റ്റേഷനാണ് സുഹൂബ് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും യുണീക്കായിട്ട് ഏറ്റവും പ്രത്യേകത തോന്നിയ ഒരു സ്ഥലമായിരുന്നു സുഹൂബ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ യാത്ര പോയതാണ്. അതായത് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് വരിക, ആ കബാബ് കഴിച്ച് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ നിന്ന് ഉണ്ടായ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ സുഹൂബ് തിരഞ്ഞെടുത്തത്. പക്ഷേ എൻ്റെ ലൈഫിലെ തന്നെ എക്സ്പീരിയൻസിലൊരു
വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതായത് ആ ഒരു യാത്രയിൽ കൂടി നമ്മൾ അതിൻ്റെ മുകളിലെത്തി, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലെത്തി വണ്ടി പാർക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഇവിടുത്തെ UAE-യിലെ താപനില ഇപ്പോൾ എത്രയാണെന്നറിയാലോ, 50-55 ഡിഗ്രി സെൽഷ്യസോളം എത്തുന്ന 50-50 എത്തുന്നുണ്ട് ഡിഗ്രി ചൂട് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി അവിടെ എത്തിയ ഉടനെ ഫുള്ള് കോടമഞ്ഞായിരുന്നു. നല്ല തൊട്ട് മുമ്പിലുള്ള ആൾക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോടമഞ്ഞായിരുന്നു. നല്ല ഇൻവിസിബിൾ ആയിരുന്നു. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഇത്രയും ഒരു കോടമഞ്ഞൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ പോയി നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു യാത്രാ ലൈഫിൽ ഏറ്റവും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു യാത്രയാണ് ഇന്നലത്തേത്. അപ്പോൾ അവിടെ ഹൈലൈറ്റ് ആയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലോ ലെവലിലായിരിക്കും നമുക്ക് ക്ലൗഡ് കാണാൻ പറ്റും. നമ്മുടെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് സൂര്യോദയം കാണാം. അതായത് ആ മഞ്ഞിൻ്റെ ഇടയിൽ കൂടി താഴ്ന്നിങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നൊരു ദൃശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 5:40 5:50 വരെ കാത്തുനിന്ന് ആ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ഇനി എവിടെയും കാണാനില്ല, പുറത്തിറങ്ങിയ ചൂടാണെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്നവർ ഈ സ്ഥലത്ത് എന്തായിട്ടും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി യാത്രയായിരുന്നു. ഒന്നാമത് കൂട്ടുകാരുടെ കൂടെയുള്ള ആ ഒരു കാറിൽ 1.5 മണിക്കൂറിലെ യാത്ര, പിന്നെ അവിടുത്തെ ആ ഫുഡ് എക്സ്പീരിയൻസ്, പിന്നെ ആ ഒരു ക്ലൗഡിന് ഇത്ര അടുത്ത് കാണാൻ പറ്റുക എന്നുള്ളത്, പിന്നെ കോടമഞ്ഞ്, സൂര്യോദയം, പിന്നെ കടലിൻ്റെ ഭംഗി, ഇതൊക്കെ കൂടിയിട്ട് വളരെ അടിപൊളി മനോഹരമായൊരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക, ആരും മിസ് ചെയ്യാതിരിക്കുക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചങ്ങായിമാർ വിളിച്ച് ചോദിച്ചാൽ മതി, സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വിഷയവുമായിട്ട് അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.